ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? സുഖല്ലേ? സുഖമെന്ന് കരുതുന്നു. ടെൻഷൻ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടാവോ ജീവിതത്തിൽ? പ്രശ്നങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ടാവോ? ഉണ്ടാവില്ല അല്ലേ? നമ്മൾ പുറത്തൊരാളെ കാണുമ്പോൾ അവർ ചിരിച്ച് നടക്കുമ്പോൾ നമുക്ക് തോന്നും അവർ നല്ല ഹാപ്പിയാണ്, അവരുടെ ജീവിതം നല്ല ഹാപ്പിനെസ്സാണ് അല്ലേ? അവർക്കൊരു പ്രശ്നങ്ങളുമില്ല. ഉണ്ടോ? അവരെ പോലെ ആവണം നമ്മൾ അല്ലേ? നമ്മൾ ഒരു വട്ടെങ്കിലും വിചാരിക്കാത്തവരാരും ഉണ്ടാവില്ല അങ്ങനെ അല്ലേ? പക്ഷേ അവർക്കും ഉണ്ടാവുമോ പ്രശ്നങ്ങൾ. അവരൊരുപാട് പ്രശ്നങ്ങൾ പേറി നടക്കുന്നവരായിരിക്കും. പക്ഷെ പുറത്തറിയിക്കുന്നുണ്ടാവില്ല എന്ന് മാത്രം. ഉള്ളിൽ വെന്ത് നീറുന്നുണ്ടാവും, പക്ഷെ അത് പുറത്തറിയിക്കാണ്ട് സഹിച്ച് ജീവിക്കണവർ. ഇപ്പോൾ ഈ കാണുന്ന ആളുകളിൽ പലരിലും ടെൻഷൻ അനുഭവിക്കുന്ന ആളുകളുണ്ടാവും. പക്ഷെ ഇതിന്നൊരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. ടെൻഷൻ ഉണ്ട്, പക്ഷെ അത് മറികടക്കാൻ പല ഉപാധികൾ, പല കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ഇപ്പോൾ നമുക്ക് വല്ലാണ്ട് ടെൻഷനാകുമ്പോൾ നമ്മളൊന്നുകിൽ യാത്ര ചെയ്യാൻ താല്പര്യമില്ലാണെങ്കിൽ യാത്ര ചെയ്യുക. ഇനി അതല്ല ബുക്സ് എടുത്ത് വായിക്കാനാണ് താല്പര്യമെങ്കിൽ അത് ചെയ്യുക. ഇനി അതെല്ലാം ഒരു സോങ് കേൾക്കാനാണ് താല്പര്യമെങ്കിൽ അത് ചെയ്യുക. അപ്പം എന്താ പറയുക, ആ ടെൻഷനിൽ നിന്ന് റിക്കവർ ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം. ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ തളർത്തും, മനുഷ്യരെ തന്നെ ഇല്ലാണ്ടാക്കും. ഇപ്പോൾ ഈ അറ്റാക്ക് കാര്യങ്ങൾ ഇതൊക്കെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് കൂടുതൽ ടെൻഷൻ കൊണ്ടാണ്. ഒരുപാട് പേരിൽ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവരൊന്നത് പുറത്തറിയിക്കാണ്ട് ഉള്ളിൽ നേറി അത് വലിയൊരു എന്താ പറയുക കൂടെ പൊട്ടിത്തെറിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക്. ഇപ്പോൾ ഈ അറ്റാക്ക് കൂടുതലായിട്ട് അറ്റാക്ക് വരുന്നത് അതാണ്. അപ്പോൾ നമ്മളവർ മരിച്ചു കഴിയുമ്പോൾ എന്താ പറയുന്നത്, അവർ നല്ല ഹാപ്പിയായിട്ട് നടന്നിരുന്ന ആളുകളാണല്ലോ, പെട്ടെന്ന് എന്താ സംഭവിച്ച് അല്ലേ എന്നൊക്കെ ചോദിക്കും. പക്ഷേ അവർ ഉള്ളിൽ ഒരുപാട് ടെൻഷൻ കൊണ്ട് നടക്കുന്നവരാവും. ഇപ്പോൾ അറ്റാക്ക് അതുകൊണ്ട് മാത്രം വന്നു എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ചുരുക്കം കുറച്ച് ആളുകളിൽ അങ്ങനെയാണ്. പിന്നെ ടെൻഷൻ വന്ന ആളുകൾ തൂങ്ങി മരിക്കുന്നു അല്ലേ, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ അതിൻ്റെ ഒരു വിജയമാണോ? ആ ടെൻഷനിൽ നിന്ന് ഒളിച്ചോടുക എന്നുള്ളതാണ് ഈ മരണത്തിൻ്റെ കാരണങ്ങൾ. പക്ഷേ നമ്മളൊരിക്കലും ഒളിച്ചോടണം, നമ്മളതിനെ തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് നീങ്ങുക എന്നുള്ളതാണ് അല്ലേ? നമ്മൾ ഭൂമിയിൽ വന്നപ്പോൾ നമുക്കൊരു ടൈം നിശ്ചയിച്ചിട്ടുണ്ട് മരണത്തിന്. ആ ടൈമാകുമ്പോൾ നമ്മൾ പോയിക്കോളും. അതിൻ്റെ മുന്നേ നമ്മളെ ജീവിതം അവസാനിപ്പിക്കേണ്ട ആവശ്യം എന്താണ്? ഒരിക്കലുമില്ല. ഇപ്പം ഞാൻ പറയും, ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ടോ? ഇല്ല അല്ലേ? നാളെ ഞാൻ ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണോ ടെൻഷൻ അടിക്കണം നമ്മൾ? അതിൻ്റെ ആവശ്യമുണ്ടോ? ഒരിക്കലും ഇല്ല. നമ്മൾ ഓരോരുത്തരും മനുഷ്യരാണ് അല്ലേ? നമുക്ക് പല ചിന്താഗതി, പല കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക കേട്ടോ. അവിടെയാണ് നമ്മളെ ജീവിതത്തെ സ്നേഹിച്ച് തുടങ്ങുക എന്നുള്ളത്. ഒരിക്കലും പാതി വഴിയിൽ വെച്ച് ജീവിതം അവസാനിപ്പിക്കരുത്. ഓക്കെ.